കണിച്ചാർ പഞ്ചായത്തിലെ ആറ്റാഞ്ചേരിയിൽ റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടതായി ടാപ്പിംഗ് തൊഴിലാളി. ബുധനാഴ്ച പുലർച്ചെയാണ് പുലിയെ കണ്ടതായി പറയുന്നത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. കണിച്ചാർ പഞ്ചായത്തിലെ 12ാം വാർഡായ മാവടി ആറ്റാഞ്ചേരിയിലെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് ടാപ്പിംഗ് തൊഴിലാളി പുലിയെ കണ്ടതായി പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കോടഞ്ചാൽ സ്വദേശിയായ ജോയിയാണ് ബുധനാഴ്ച രാവിലെ ടാപ്പിംഗിനിടെ പുലിയെ കണ്ടതായി പറയുന്നത്. തുടർന്ന് ടാപ്പിംഗ് ചെയ്യാതെ തിരിച്ചു പോവുകയായിരുന്നുവത്രേ. വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തിയപ്പോഴാണ് ടാപ്പിംഗ് നടത്തിയത്. കണിച്ചാർ പഞ്ചായത്തിലെ പല വാർഡുകളിലുമുള്ള സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കാടുമൂടിയ നിലയിലാണെന്നും കാടുകൾ വെട്ടിത്തെളിക്കാത്തതിനാൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണെന്നും വാർഡ് മെമ്പർ സുനി ജസ്റ്റിൻ പറഞ്ഞു. കല്ലടിയിൽ ഒരു ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ രാവിലെ 5 മണി 5:30 റബ്ബർ വെട്ടാൻ വന്ന തൊഴിലാളി പുലിയെ കണ്ടതായി അറിയിച്ചതിനെ തുടർന്ന് ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി വനം വകുപ്പുകാർ ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഒരു 50 മീറ്റർ ദൂരത്തിൽ പുലി പോലെ ഒരു ജീവി അവിടെ കിടക്കുന്നതും പിന്നീട് ലൈറ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ ആ ജീവി എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് കണ്ടതായും പുലിയെപ്പോലെ തന്നെ തോന്നിക്കുന്നതായി അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പം അതിനുശേഷം ഞങ്ങൾ ആളുകൾ അവിടെ ചെന്ന് സ്ഥലം പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ പ്രദേശം സ്വകാര്യ വ്യക്തികളുടെ ചില സ്ഥലങ്ങൾ, ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില സ്ഥലങ്ങൾ, ആൾതാമസമില്ലാത്ത സ്ഥലങ്ങളെല്ലാം കാട് മൂടി കിടക്കുന്ന പ്രദേശമാണ്. പലപ്പോഴും ഞങ്ങൾ ആളുകളോട് ഇത് വെട്ടിത്തെളിക്കാൻ ആവശ്യപ്പെട്ടാലും അവരിതിനു വേണ്ടി ശ്രമം നടത്തുകയോ ഇതിനുവേണ്ടി ഒരു ശ്രദ്ധ ചെലുത്തുകയോ ചെയ്യാറില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് പലപ്പോഴും ഇവിടെ പെരുമ്പാമ്പ്, കാട്ടുപന്നി, അതുപോലെ തന്നെ ഇപ്പോൾ പുലി എന്ന് പറയപ്പെടുന്ന ഈ ശല്യങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ടാകാറുമുണ്ട്. സ്ഥലത്ത് കാടും കരിയിലയുമായതിനാൽ വന്യമൃഗത്തിന്റെ കാൽപ്പാടുകളൊന്നും തന്നെ കാണാൻ സാധ്യതയില്ല എന്നും അദ്ദേഹം പറയുന്നു. വലിയ ഭീതിയിലാണ് പ്രദേശവാസികളുള്ളത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.